അപ്പോൾ ഇന്ന് അരുന്ധതിനെ ഡോക്ടറെ കാണിക്കാൻ പോവാണ്. അതുപോലെ ചെറിയൊരു ഷോപ്പിംഗ് കൂടാ. ഓക്കെ, അങ്ങനെ ഞങ്ങളിവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മോളെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. മോൾക്കൊരു അഡിനോയിഡിൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മന്ത് കൂടുമ്പോൾ ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സമയം അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിനടുത്ത് തന്നെയുള്ള ഗോകുലം മാളിലേക്ക് പോവുകയാണ്. മോള് കുറേ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ലുലു മാളിൽ പോവുകയാണ്, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കാറിൽ പാട്ടുണ്ട്, അപ്പോൾ വീഡിയോയ്ക്ക് സ്ട്രൈക്ക് വരുന്നത് കൊണ്ടാണ് അത് ഒഴിവാക്കിയത്. അങ്ങനെ ഞങ്ങളിവിടെ ഗോകുലം മാളിലെത്തി. അപ്പോൾ ഇവിടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം മെയിനായിട്ട് അരുന്ധതി ഐസ്ക്രീം തന്നെ ഓർഡർ ചെയ്ത്. അപ്പോൾ മൂപ്പർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഐസ്ക്രീം. ഈ ചെറിയൊരു കപ്പിന് 70 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഞാനും ഉണ്ണിയേട്ടനും കട്ട്ലേറ്റാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് കോഫി വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ കോഫിയും കൂടെ ഓർഡർ ചെയ്തത്. ഇപ്പം സമയം ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ഈ കോഫിയിലും കട്ട്ലേറ്റിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഞാനിവിടുന്ന് ഒരു ബാഗൊക്കെ വാങ്ങിച്ച്. അപ്പോൾ മാക്സിൻ്റെ കളക്ഷനായിരുന്നു. നല്ല ബാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു സിമ്പിളാണ്, എന്നാൽ കുറച്ച് വലിപ്പമുള്ളൊരു ബാഗ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ മാമാരത്തിൻ്റെ കളക്ഷനിലാണ് കയറിയത്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ ഞങ്ങളിവിടെ പാൻ്റലൂൺസിൽ കയറി. അപ്പോൾ ഇവിടെയുള്ള ഡ്രസ്സൊന്നും എനിക്കത്ര ഇഷ്ടമായില്ല. അങ്ങനെ ഞങ്ങളിവിടെ മാക്സിൽ കയറി. പിന്നെ ട്രെൻഡ് ആസ് യൂഷ്വൽ ഇവിടെ എല്ലായിടത്തിലും കയറി. ഒന്നും എനിക്ക് ഇഷ്ടമായില്ല. പക്ഷേങ്കിൽ മോൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത്. അങ്ങനെ അടുത്ത് ഞങ്ങൾ നെസ്റ്റോയിലേക്കാണ് പോയത്. അപ്പോൾ നെസ്റ്റോന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. ഏകദേശം ഒരു ടൈം ഇപ്പോൾ 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ സ്റ്റുഡിയോ പോയിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഇന്ത്യൻ കോഫി ഹൗസിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇപ്പോൾ സമയം 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയുടെ ചോറാണ് വാങ്ങിച്ചത്. അങ്ങനെ ഞാനും മോളും ബിരിയാണിക്കാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങളെ ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസിൽ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തന്നെയായിരുന്നു. അപ്പോൾ ഉണ്ണിയേട്ടന് ചോറിൻ്റെ കൂടെ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പായസം ഒന്ന് കുടിക്കാമെന്ന്. അപ്പോഴേക്കും മോള് പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കോൺസെൻട്രേഷൻ ഈ വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് ആ പായസം ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് സ്റ്റുഡിയോയിലേക്ക് പോയി. ഇവിടെ പുതിയ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട, എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കളക്ഷനൊക്കെ ഇവിടെ നിന്നാണ് കിട്ടിയത്. അങ്ങനെ ഇവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ്. ഇനി കുറച്ച് സ്ഥലങ്ങളിലൂടെ കയറാനുണ്ട്. കുറച്ച് സാധനം കൂടെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾ കോഴിക്കോട് ബീച്ച് സൈഡിൽ കൂടിയായിരുന്നു തിരിച്ച് പോയിട്ടുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ബീച്ച് സൈഡിൽ കൂടെ പോയത് കൊണ്ട് തന്നെ ഈ സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന വഴി ട്രെൻഡ്സും മാക്സും ഒക്കെ വീണ്ടും കണ്ടപ്പോൾ ഒന്നുകൂടെ കയറണം എന്ന് തോന്നി. അപ്പോൾ ഒന്നുകൂടെ കയറി. അങ്ങനെ ഞങ്ങൾ കൊയിലാണ്ടി എത്തി. കൊയിലാണ്ടിൻ്റെ അപ്പോൾ എക്സ്ട്രയിൽ കയറാമെന്ന് വിചാരിച്ച്. കാരണം ഇവിടെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നെസ്റ്റോന്ന് കുറച്ച് കിച്ചണിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ നെസ്റ്റോയിൽ കണ്ടില്ല, കിട്ടിയില്ല. സെലക്ഷൻ കുറവായതുപോലെ തോന്നി. ഇവിടുന്ന് കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.